നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 204. ശ്രീമദ് ഭഗവത് ഗീതാസാരം. പരമേശ്വരനെ തിരക്കി അന്വേഷിച്ച് ആത്മാവ് യുഗങ്ങളോളം അലഞ്ഞു. ദാഹിക്കുന്നവൻ വെള്ളം തേടി അലയുന്നത് പോലെ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള പരസ്പര ബന്ധം വേർപ്പെടുമ്പോൾ വളരെയധികം ദുഃഖം അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 205. ആ സുഖപൂർണമായ പൂർണ്ണബ്രഹ്മിന്റെ സത്പുരുഷലോകം സത്ലോകമായിരുന്നു. ആ സുഖം കാല, അതായത് ബ്രഹ്മലോകത്തിൽ ഉണ്ടായിരുന്നില്ല. കോടിപതികളോ രാജാക്കന്മാരോ സുരപതിയോ ദേവേന്ദ്രനോ ബ്രഹ്മാവ്, വിഷ്ണു, ശിവ, 3 ലോകത്തിന്റെയും അധിപൻ ആരായാലും അവർക്കും ജനനവും മരണവും സുനിശ്ചിതമാണ്. ജന്മവും മരണവും കർമ്മഫലം അനുസരിച്ച് അനുഭവിക്കുക തന്നെ വേണം. തെളിവ് ഗീത അധ്യായം 2 ശ്ലോകം 12, അധ്യായം 4 ശ്ലോകം 5. അതുകൊണ്ട് പവിത്രമായ ഗീതോപദേഷ്ടാവായ കാലഭഗവാൻ അധ്യായം 15 ശ്ലോകം 1 മുതൽ 4, അധ്യായം 18 ശ്ലോകം 62 പറയുന്നു, അർജുനൻ സർവഭാവപൂർണമായി ആ പരമേശ്വരിൽ സമർപ്പിക്കൂ. അദ്ദേഹത്തിന്റെ കൃപയാൽ പരമമായ ശാന്തി സത്ലോകപ്രാപ്തനാകും. ആ പരമേശ്വരന്റെ തത്വജ്ഞാനവും ഭക്തിമാർഗവും ഞാൻ, അതായത് ഗീതോപദേഷ്ടാവ്, അറിയുന്നില്ല. ആ തത്വജ്ഞാനത്തെ തത്വദർശികളായ മഹർഷിമാരുടെ അടുക്കൽ പോയി ദണ്ഡ നമസ്കാരം നടത്തി വിനയഭാവത്തോടെ ചോദ്യങ്ങൾ ചോദിക്കൂ. അപ്പോൾ ആ തത്വജ്ഞാനിയായ മഹർഷി പരമേശ്വരനെ കുറിച്ച് പറഞ്ഞു തരും. പിന്നീട് അവരുടെ ഉപദേശപ്രകാരം ഭക്തിമാർഗം സ്വീകരിക്കുക. ഗീത അധ്യായം 4 ശ്ലോകം 34. തത്വജ്ഞാനിയായ ഗുരുവിനെ പരിചയപ്പെടുത്തൽ ഗീത അധ്യായം 15 ശ്ലോകം 1 പറയുന്നു, ഈ ലോകം തലകീഴായി നിൽക്കുന്ന ഒരു വൃക്ഷം പോലെയാണ്. അതിന്റെ വേരുകൾ മുകളിലും ശാഖകൾ താഴെയുമാണ്. ആരാണോ ലോകമാകുന്ന ഈ വൃക്ഷത്തെ പറ്റി അറിയുന്നുവോ അദ്ദേഹമാണ് തത്വജ്ഞാനിയായ ഗുരു. ഗീത അധ്യായം 15 ശ്ലോകം 2 മുതൽ 4 വരെ പറയുന്നത് നോക്കൂ. ലോകമാകുന്ന ആ വൃക്ഷത്തിന് 3 ഗുണങ്ങളുണ്ട്. രജോ ഗുണം ബ്രഹ്മാവ്, സദ്ഗുണ വിഷ്ണു, തമോ ഗുണ ശിവ. ഈ 3 ഗുണങ്ങളാണ് അതിന്റെ ശിഖരങ്ങൾ, ശാഖകൾ. 3 ലോകങ്ങൾ, സ്വർഗം, പാതാളം, ഭൂമി, മുകളിലും താഴെയുമായിട്ടാണ്. ലോകമാകുന്ന തലകീഴായി നിൽക്കുന്ന വൃക്ഷത്തെക്കുറിച്ച്, സൃഷ്ടിയെക്കുറിച്ച് ഗീതോപദേശത്തിൽ പറയാൻ കഴിയില്ല. ഗീതോപദേശം നൽകിയ സമയത്ത് അറിവ് പൂർണ്ണമായിരുന്നില്ല. അതിനായി ഗീത അധ്യായം 4 ശ്ലോകം 34 സൂചിപ്പിച്ചിട്ടുണ്ട്, പൂർണമായ അറിവ് ലഭിക്കുന്നതിനായി തത്വജ്ഞാനിയായ ഗുരുവിന്റെ അടുക്കൽ പോകണം. അദ്ദേഹം അതിന്റെ പരിപൂർണമായ അർത്ഥം പറഞ്ഞു തരും. എനിക്ക് പൂർണമായ അറിവില്ല. ഗീത അധ്യായം 14 ശ്ലോകം 4 പറയുന്നു, തത്വദർശിയായ ഗുരുവിനെ കണ്ടെത്തിയതിനു ശേഷം ആ പരമപദ് പരമേശ്വരനെ അന്വേഷിക്കേണ്ടതാണ്. ഗീത അധ്യായം 18 ശ്ലോകം 62. അവിടേക്ക് പോയ സാധക്, അതായത് ഭക്തൻ, മടങ്ങി വരാറില്ല. അതായത് പൂർണമായ മോക്ഷപ്രാപ്തി ലഭിക്കുന്നു. പൂർണ്ണ പരമാത്മാവിൽ നിന്നും തലകീഴായി നിൽക്കുന്ന വൃക്ഷത്തെക്കുറിച്ച് പൂർണമായ വിവരം ലഭിക്കുന്നതാണ്. അതായത് ഏതൊരു പരമാത്മാവാണോ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചുവോ, അഥവാ ഞാൻ, അതായത് കാലൻ, ഗീതോപദേഷ്ടാവ്, ആദ്യ പുരുഷനായ പരമേശ്വർ, അതായത് പൂർണ്ണ പരമാത്മാവിനെ ശരണം പ്രാപിക്കുന്നു. ആ ആദ്യ പുരുഷനെ ഭജിക്കുന്നത് കൊണ്ട് പൂർണ്ണ മോക്ഷപ്രാപ്തി കിട്ടുന്നു. തത്വദർശിയായ സന്യാസി മുകളിൽ വിവരിച്ച വൃക്ഷത്തെക്കുറിച്ച് വേര് മുകളിൽ, ശാഖകൾ താഴെ, 3 ഗുണങ്ങളോട് കൂടിയ രജോ ഗുണം, സദ്ഗുണം, തമോ ഗുണം, ശിഖരങ്ങൾ, തടി എന്നിവയുടെ പരിപൂർണമായ അറിവുള്ള ജ്ഞാനിയായ വ്യക്തി. തലക്കീഴായിട്ടുള്ള വൃക്ഷത്തിന്റെ ചിത്രം നോക്കാം. പേജ് നമ്പർ 206. മുകളിൽ വേര്, താഴേക്ക് ശാഖയുമുള്ള തലക്കീഴായ സംസാര വൃക്ഷത്തിന്റെ ചിത്രം നൽകിയിരിക്കുന്നു. പൂർണ്ണ ബ്രഹ്മ കബീർ പരമേശ്വരനാണ് മുകളിൽ ഉപവിഷ്ടനായിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 207. തന്റെ സൃഷ്ടിയുടെ പൂർണ്ണജ്ഞാനം, തത്വജ്ഞാനം പൂർണ്ണ പരമാത്മ, അതായത് കബീർ പരമേശ്വർ തത്വദർശി സന്യാസിയുടെ അവതാരികയിൽ കബീർ ഗീർബി, കബീർ ബാണിയിൽ കൂടി പറയുന്നു. തെളിവ് ഋഗ്വേദ മണ്ഡൽ 9 സൂക്തം 96 മന്ത്രം 16 മുതൽ 20 വരെ, അതായത് ഋഗ്വേദ് മണ്ഡൽ 10 സൂക്തം 90 മന്ത്രം 1 മുതൽ 5 വരെയും. അഥർവവേദം കാണ്ഡം നമ്പർ 4 അനുവാഗ മന്ത്രം 1 മുതൽ 7 വരെ. കബീർ, അക്ഷർ പുരുഷ് एक पेड़ है, ज्योति निरंजन वाकी डार, तीनों देवा शाखा है, पात रूप संसार,
ഗീതയിലും മൂന്ന് പ്രഭുക്കളെ, അതായത് ഭഗവാന്മാരെ, ക്ഷരപുരുഷൻ അതായത് ബ്രം, അക്ഷർ പുരുഷ അതായത് പരബ്രം, പരമ അക്ഷർ പുരുഷ് അതായത് പൂർണ്ണബ്രം, അവരെ കുറിച്ച് പറയുന്നുണ്ട്. ഭഗവാനെ കുറിച്ച് പറയുന്നുണ്ട്. ഗീത അധ്യായം 15 ശ്ലോകം 16, 17, അധ്യായം 8 ശ്ലോകം 1ന്റെ ഉത്തരം ശ്ലോകം 3ലാണ്. അത് പരമ അക്ഷര ബ്രഹ്മാണ്. മൂന്ന് പേരെയും കുറിച്ച് മറ്റൊരു ഉദാഹരണം ഗീത അധ്യായം 7 ശ്ലോകം 25 ഗീതോപദേഷ്ടാവ് കാലബ്രം തന്നെ കുറിച്ച് പറയുന്നുണ്ട്. എന്തെന്നാൽ ഞാൻ അവ്യക്തനാണ്, ഈ പ്രഥമ അവ്യക്തൻ ഭഗവാനാണ്. പിന്നെ ഗീത അധ്യായം 8 ശ്ലോകം 18 പറയുന്നു, ഈ ലോകം മുഴുവൻ പകൽ സമയത്ത് അവ്യക്തതയിൽ നിന്ന് ഉണ്ടായതാണ്, പരബ്രഹ്മിൽ നിന്ന് ഉണ്ടായതാണ്. പിന്നീട് രാത്രിയിൽ ആ പരബ്രഹ്മിൽ ലയിക്കുന്നു. ഇത് രണ്ടാമത്തെ അവ്യക്തം. അധ്യായം 8 ശ്ലോകം 20 പറയുന്നു, എന്തെന്നാൽ ആ അവ്യക്തതയിൽ രണ്ടാമത്തെ അവ്യക്തത അതായത് പൂർണ്ണ ബ്രഹ്മുണ്ട്. അത് പരമപുണ്യ പുരുഷ സർവകളും അതായത് പ്രാണികളെയും നഷ്ടമായാലും നഷ്ടപ്പെടുന്നില്ല, അതായത് നശിക്കുന്നില്ല. ഇത് മൂന്നാമത്തെ അവ്യക്തം. ഇതിന് ഉദാഹരണം ഗീത അധ്യായം 2 ശ്ലോകം 17 നാശരഹിതനായ ആ പരമാത്മാവിനെ കുറിച്ച് നശിപ്പിക്കാൻ കഴിയാത്തവന് മാത്രമേ അറിവിനെ കുറിച്ച് അറിയാൻ കഴിയൂ. തന്നെ കുറിച്ച് ഗീതോപദേഷ്ടാവ് അതായത് ബ്രം അധ്യായം 4 മന്ത്രം 5 അധ്യായം 2 ശ്ലോകം 12 പറയുന്നു, എന്തെന്നാൽ ഞാൻ നാശവാനാണ്, അതായത് എനിക്ക് ജനനവും മരണവുമുണ്ട്. മുകളിൽ വേര്, താഴെ ശാഖകളോട് കൂടിയ വിപരീത ദിശയിൽ തൂങ്ങിക്കിടക്കുന്ന ലോകമാകുന്ന വൃക്ഷം, മുകളിൽ പറഞ്ഞ ലോകമാകുന്ന വൃക്ഷത്തിന്റെ വേര് പരമ അക്ഷര പുരുഷ അതായത് പൂർണ്ണബ്രം കവിർദേവാകുന്നു. ഇതിനെയാണ് മൂന്നാമത്തെ അവ്യക്ത പ്രഭു എന്ന് പറയുന്നത്. വൃക്ഷത്തിന്റെ വേരിൽ നിന്നാണ് എല്ലാ ഭാഗങ്ങളിലും ആഹാരം എത്തുന്നത്. അതുകൊണ്ടാണ് ഗീത അധ്യായം 15 ശ്ലോകം 17 പറയുന്നത്, വാസ്തവത്തിൽ ക്ഷരപുരുഷൻ അതായത് ബ്രം അക്ഷരപുരുഷനിൽ നിന്ന് അതായത് പരബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടതാണ്. മൂന്ന് ലോകങ്ങളിലും പ്രവേശിച്ച് എല്ലാവരെയും സംരക്ഷിക്കുന്നത് പരമാത്മാവാണ്, വാസ്തവത്തിൽ അവിനാശി. 1. ക്ഷരത്തിന്റെ അർത്ഥം നാശമുള്ളത്, നശിക്കുന്നത്. എന്തെന്നാൽ ബ്രം അതായത് ഗീതോപദേഷ്ടാവ് സ്വയം പറയുകയാണ്, അർജുന നീയും ഞാനും ജനന മരണ പ്രക്രിയയിൽ ഉൾപ്പെട്ടതാണ്. ഉദാഹരണം ഗീത അധ്യായം 2 ശ്ലോകം 12, അധ്യായം 4 ശ്ലോകം 5. 2. അക്ഷരത്തിന്റെ അർത്ഥം അവിനാശി. ഇവിടെ പരബ്രഹ്മത്തെയാണ് സ്ഥായിയായി അതായത് അവിനാശിയായി പറയുന്നത്. എന്നാൽ വാസ്തവത്തിൽ ഇതും അവിനാശിയല്ല. ഇത് കുറെ നാൾ സ്ഥായിയാണ്, ചിരസ്ഥായി. പക്ഷെ ഉദാഹരണ സഹിതം പറഞ്ഞാൽ കളിമണ്ണ് കൊണ്ടുള്ള ഒരു കപ്പ് നമ്മൾ ചൂട് ചായ നിറച്ച് കുടിക്കാൻ ഉപയോഗിക്കുന്നു. കുറെ നാൾ അത് സുരക്ഷിതമായിരിക്കും. പക്ഷെ എപ്പോഴെങ്കിലും നിലത്ത് വീണാൽ ആ കപ്പ് ഉടയുന്നു. അപ്പോൾ അത് സ്ഥായിയല്ല. ഇത് തന്നെയാണ് ബ്രം അതായത് കാലക്ഷര പുരുഷൻ എന്നും മനസ്സിലാക്കുക. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 208. ഇനി മറ്റൊരു ഉദാഹരണവും നോക്കാം. രണ്ടാമതായി ഒരു സ്റ്റീൽ കപ്പ് എടുക്കാം. അത് മൺകപ്പിനേക്കാൾ കുറെ കൂടി സ്ഥായിയാണ്, അവിനാശിയാണ്. പക്ഷെ ഇതിനും നാശമുണ്ട്. കുറെ കഴിയുമ്പോൾ ഇതിൽ തുരുമ്പുണ്ടാകുന്നു. അങ്ങനെ അതിനും നാശം സുനിശ്ചിതമാണ്. പക്ഷെ രണ്ടാമത്തെ കപ്പിന്റെ നാശത്തിന് സമയം കൂടുതൽ വേണ്ടിവരും. അത്ര വ്യത്യാസമേയുള്ളൂ. ഇനി നമുക്ക് മറ്റൊരു കപ്പ് എടുക്കാം, സ്വർണ്ണ കപ്പ്. സ്വർണധാതു വാസ്തവത്തിൽ അവിനാശിയാണ്, അതൊരിക്കലും നശിക്കുന്നില്ല. പരബ്രം അക്ഷരപുരുഷത്തെ അവിനാശി എന്ന് പറയുന്നു. സത്യത്തിൽ അവിനാശി ഇത് രണ്ടുമല്ല. എന്തുകൊണ്ടെന്നാൽ 7 രജോ ഗുണങ്ങളുള്ള ബ്രഹ്മാവിന്റെ മരണശേഷം ഒരു സദ്ഗുണ വിഷ്ണുവിന്റെ മരണം സംഭവിക്കുന്നു. 7 സദ്ഗുണ വിഷ്ണുവിന്റെ മരണശേഷം ഒരു തമോ ഗുണ ശിവന്റെ മൃത്യു ഉണ്ടാകുന്നു. എപ്പോഴാണോ 70,000 പ്രാവശ്യം തമോ ഗുണ ശിവന്റെ മരണം സംഭവിക്കുന്നവോ അപ്പോഴേക്കും ഒരു ക്ഷരപുരുഷന്റെ ബ്രഹ്മിന്റെ കാലം, അക്ഷരപുരുഷന്റെ ഒരു യുഗമാണത്. അങ്ങനെ 1000 യുഗം പരബ്രഹ്മന്റെ ഒരു ദിവസവും അത്രയും തന്നെ രാത്രിയും ആകുന്നു. 30 പകലും രാത്രിയും ഒരു മാസം, 12 മാസം ഒരു വർഷവും 100 വർഷത്തിന്റെ പരബ്രഹ്മ അതായത് അക്ഷരപുരുഷത്തിന്റെ ആയുസാണ്. അപ്പോൾ ഈ പരബ്രഹ്മവും സർവ ബ്രഹ്മാണ്ടവും സത്ലോകത്തിന് താഴെയാണ്, നഷ്ടമാകുന്നു. കുറച്ചുനാൾ കഴിഞ്ഞ് താഴെയുള്ള എല്ലാ ബ്രഹ്മാണ്ടങ്ങളുടെയും അതായത് ബ്രഹ്മിന്റെയും പരബ്രഹ്മിന്റെയും ലോകങ്ങൾ സൃഷ്ടി പൂർണ്ണ ബ്രം അതായത് പരമ അക്ഷര പുരുഷ അതായത് പൂർണ്ണബ്രം സത്പുരുഷനും അദ്ദേഹത്തിന്റെ സത്ലോകവും മുകളിലുള്ള അലകലോകവും അഗമലോകം അനാമിലോകം ഇവയൊന്നും ഒരിക്കലും നഷ്ടമാകുന്നില്ല. ഗീത അധ്യായം 15 ശ്ലോകം 17 പറയുന്നു, എന്തെന്നാൽ യഥാർത്ഥ പ്രഭു അതായത് പുരുഷോത്തമൻ എന്നാൽ അത് മറ്റാരോ ആണ്,
ബ്രം പരബ്രം അല്ല, അതായത് പൂർണ്ണ ബ്രഹ്മാണ്. മറ്റൊന്നാണ്, അതായത് പൂർണ്ണബ്രം, പരമ അക്ഷരപുരുഷൻ. അത് വാസ്തവത്തിൽ അവിനാശിയാണ്. അത് എല്ലാവരെയും പരിപാലിക്കുന്ന ലോകമാകുന്ന വൃക്ഷത്തിന്റെ വേരാകുന്ന പരമാത്മാവാണ്. വൃക്ഷത്തിന്റെ വേരിൽ നിന്നും ആദ്യമായി പുറത്ത് കാണുന്ന ഭാഗമാണല്ലോ അതിന്റെ തടി. അതിനെ അക്ഷരപുരുഷനായി പരബ്രഹ്മമായി കണക്കാക്കാം. തടിക്ക് ആഹാരം വേരിൽ നിന്നാണ് ലഭിക്കുന്നത്. പിന്നെ തടിക്ക് അനേകം ശാഖകൾ ഉണ്ടാകുന്നു. ആ ശാഖകൾ ക്ഷരപുരുഷൻ, ബ്രം, 3 ഗുണങ്ങളും രജോ ഗുണം ബ്രഹ്മാവ്, സദ്ഗുണം വിഷ്ണു, തമോ ഗുണ ശിവ ചേർന്നതാണ്. ഇവയ്ക്കും ആഹാരം എത്തിക്കുന്നത് വേരുകളാണ്. പരമ അക്ഷരപുരുഷ, അതായത് പൂർണ്ണബ്രം, ഈ 3 ശാഖകളിൽ നിന്നും പാദരൂപത്തിൽ മറ്റു പ്രാണികളും ജീവജാലങ്ങളും ആശ്രിതരായി നിലകൊള്ളുന്നു. അവർക്കും വാസ്തവത്തിൽ ആഹാരം എത്തിക്കുന്നത് വേരുകളിൽ നിന്നാണ്, അതായത് പരമ അക്ഷര പുരുഷ, അതായത് പൂർണ്ണബ്രഹ്മിൽ നിന്നാണ്. അതുകൊണ്ട് എല്ലാം പൂജ്യ പരമാത്മാവാണെന്ന് തെളിയുന്നു. ഇലകൾ വരെ ആഹാരം എത്തിക്കുന്നതിൽ തടിക്കും മറ്റു ശാഖകൾക്കും ഒരു പങ്കുമില്ലെന്ന് പറയാൻ കഴിയില്ല. അതായത് തടി എന്ന് പറയുന്നത് ശരീരം. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 209. അതുകൊണ്ട് തന്നെ മരത്തിന്റെ, വൃക്ഷത്തിന്റെ എല്ലാ ഭാഗങ്ങളും ആദരണീയമാണ്. പക്ഷെ പൂജനീയമായത്, പൂജിക്കപ്പെടേണ്ടത് വേരുകളെയാണ്. ആദർ, അതായത് ബഹുമാനം, പൂജ രണ്ടും വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന്, പതിവ്രതയായ സ്ത്രീ എല്ലാവരെയും സൽക്കരിക്കുന്നു. ഭർത്താവിനെ പൂജിക്കുകയും ജ്യേഷ്ഠനെ ഒരു ജ്യേഷ്ഠനെ പോലെയും അനുജനെ അനുജനെ പോലെയും കാണുന്നു. അതായത് ഭർത്താവിനോട് തോന്നുന്ന ആദരസൂചകമായ പൂജാഭാവം ഒരു പതിവ്രതയായ സ്ത്രീ മറ്റു പുരുഷന്മാരിൽ കാണുന്നില്ല. മറ്റൊരു ഉദാഹരണം, ഒരിക്കൽ ഹരിയാനയിൽ വെള്ളപ്പൊക്കമുണ്ടായി. ആ സമയത്ത് 600 കോടിയോളം നഷ്ടമുണ്ടായി. ആ നഷ്ടം പൂർത്തിയാക്കാൻ ഹരിയാന സർക്കാരിന് കഴിഞ്ഞില്ല. എന്തെന്നാൽ ഹരിയാന സർക്കാരിന്റെ ഒരു വർഷത്തെ ബഡ്ജറ്റ് 9 കോടി മാത്രമാണ്. ദേശത്തെ പ്രധാനമന്ത്രിയാണ് ആ കുറവ് പരിഹരിച്ചത്. ആ 600 കോടി രൂപ വിതരണം നടത്തിയത് ഹരിയാന ഗവൺമെന്റും അധികാരികളും ഉദ്യോഗസ്ഥരുമാണ്. പ്രയോജനം കിട്ടിയത്, സഹായം ലഭിച്ചത് എണ്ണമറ്റ ജനസമൂഹത്തിനാണ്. അവരുടെ ധാരണ സഹായിച്ചത് ഹരിയാന സർക്കാരും അധികാരികളും ഉദ്യോഗസ്ഥരുമാണെന്നാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ഭാവിയിലും അവർ സഹായം പ്രതീക്ഷിക്കുന്നു. അവരെ പൂജിക്കുന്നു, ബഹുമാനിക്കുന്നു, കൈക്കൂലി നൽകി. എന്നാൽ വിദ്യാഭ്യാസമുള്ള ആളുകൾ തിരിച്ചറിയുന്നു ഇവരുടെ പങ്ക് ഇതിൽ എത്രമാത്രം ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവർ അവരെ ബഹുമാനിക്കുന്നു, പൂജിക്കുന്നില്ല, കൈക്കൂലി കൊടുക്കുന്നില്ല. അവരിൽ നിന്നും ഭാവിയിൽ എന്തെങ്കിലും കാര്യസാധ്യമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. വെള്ളപ്പൊക്കത്തിൽ ഉണ്ടാകുന്ന ദുരിതാശ്വാസ ഫണ്ട് വിതരണം ചെയ്ത ശേഷം ആ മണ്ഡലത്തിലെ മന്ത്രി അവിടെ വന്നു. അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ദുരിതാശ്വാസ ഫണ്ട് നൽകി. ആ പ്രദേശത്തിലെ ലിസ്റ്റ് വായിച്ചു പറഞ്ഞു, രാമവതാറിന് 10 ലക്ഷം രൂപ നൽകി. പിന്നെ പ്രധാനമന്ത്രി എത്തി. അദ്ദേഹവും അത് തന്നെ ആവർത്തിച്ചു, ഞാൻ നിങ്ങളുടെ ഗ്രാമത്തിന് രാമവതാറിന് 10 ലക്ഷം നൽകി. രാമവതാർ ഇത് കേട്ടിട്ട് പറഞ്ഞു, ഇത് കള്ളമാണ്. എനിക്ക് പട്വാരിയാണ്, വില്ലേജ് ഓഫീസറാണ് രൂപ തന്നത്. രാമവതാർ അജ്ഞത കാരണം രൂപ നൽകിയത് വില്ലേജ് ഓഫീസറാണെന്ന് വിശ്വസിക്കുന്നു. അയാളെ പൂജിക്കുന്നു. അയാളിൽ നിന്നും ഭാവിയിൽ പല കാര്യപ്രാപ്തിയും പ്രതീക്ഷിക്കുന്നു. വിദ്യാസമ്പന്നർ വിചാരിക്കുന്നു പ്രധാനമന്ത്രിയാണ് നടപ്പിലാക്കിയത്. മുഖ്യമന്ത്രിയും അധികാരികളും വില്ലേജ് ഓഫീസറും ഒന്നും തന്നില്ല, ഒന്നും ചെയ്തില്ല. അഥവാ മുഖ്യമന്ത്രി തന്റെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് വെള്ളപ്പൊക്കത്തിൽ പീഡിതരായവർക്ക് സഹായം നൽകുകയാണെങ്കിൽ പേരിന് ഓരോ പീഡിതർക്കും 100 രൂപ വീതം സംഭാവന നൽകും. ഈ വിധത്തിൽ മനസ്സിലാക്കാൻ കഴിവുള്ളവർ എത്ര പേരുണ്ട്? അവരവരുടെ വിചാരങ്ങൾക്ക് ആധാരമായിട്ടാണ് ഓരോ കാര്യത്തിന്റെയും നിലനിൽപ്പ്. അനാദരണീയരായിട്ട് ആരുമില്ല. എന്നാൽ ആലോചിച്ച് ചിന്തിച്ചിട്ടാകണം പൂജ്യരെ തിരഞ്ഞെടുക്കേണ്ടത്. അത് തന്നെയാണ് ഗീത അധ്യായം 2 ശ്ലോകം 46 പറയുന്നത്. അർജുനൻ വലിയൊരു ജലസംഭരണി ഉപേക്ഷിച്ചിട്ട് വിശ്വാസം മുഴുവനും ചെറിയൊരു ജലാശയത്തിലായിരുന്നു. അതായത് 10 വർഷം മഴ പെയ്തില്ലെങ്കിലും മറ്റാത്തതായ ജലസംഭരണി ഉപേക്ഷിച്ചിട്ട് ചെറിയൊരു ജലാശയത്തിൽ മുഴുവൻ വിശ്വാസത്തിലും ഇരുന്നു. അതായത് 1 വർഷം തികയുന്നതിന് മുൻപേ അതിലെ ജലം വറ്റിപ്പോയി. ഇതുപോലെ പൂർണ്ണ പരമാത്മാവിനെ ലഭിക്കുന്നവർ അതിന്റെ ലാഭം, പ്രയോജനം മനസ്സിലാക്കാതെ മറ്റു ദൈവങ്ങളെ അഭയം തേടുന്നത് പോലെയാണ്. ആ ചെറിയ ജലാശയം മോശമുള്ളതല്ല, പക്ഷേ കാര്യപ്രാപ്തിക്കുള്ള കഴിവ് എത്രയെന്ന് നാം മനസ്സിലാക്കണം. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 210. ഗീത അധ്യായം 7 ശ്ലോകം 12 മുതൽ 15 വരെയുള്ളതിൽ പറയുകയാണ്, 3 ഗുണങ്ങളിലും എന്താണ് ഉള്ളത്?
രജോ ഗുണം ബ്രഹ്മാവിൽ നിന്നും ജീവജാലങ്ങളുടെ പ്രാണികളുടെയും ഉൽപ്പത്തി, സദ്ഗുണ വിഷ്ണുവിൽ നിന്നും നിലനിൽപ്പ്, തമോ ഗുണ ശിവനിൽ നിന്ന് സംഹാരം. അതിന് പ്രധാന കാരണം ഞാനാണ്. കാലബ്രഹ്മ ഏതൊരു ഭക്തനാണോ 3 ഗുണങ്ങളെയും പൂജിക്കുന്നുവോ, രജോ ഗുണ ബ്രഹ്മാവ്, സദ്ഗുണ വിഷ്ണു, തമോ ഗുണ ശിവ, അവൻ രാക്ഷസ സ്വഭാവമുള്ളവനാണ്. മനുഷ്യരിൽ നീചമായ ദുഷ്കർമ്മികൾ, മൂഢർ, ഞാനാകുന്ന ബ്രഹ്മിന്റെയും അതായത് കാലന്റെ ഭക്തരല്ല, സ്വയം തന്റെ ഭക്തി ശ്രേഷ്ഠമാണെന്ന് പറയുന്നു. ഗീത അധ്യായം 7 ശ്ലോകം 18. അതുകൊണ്ട് ഗീത അധ്യായം 15 ശ്ലോകം 4 അധ്യായം 18 ശ്ലോകം 62 പറയുന്നു, എന്തെന്നാൽ പൂർണ്ണ പരമാത്മാവിനെ ഭജിക്കുന്നത് കൊണ്ട് പൂർണ്ണമായ പ്രയോജനവും പരിപൂർണ മോക്ഷപ്രാപ്തിയും ലഭിക്കുന്നതാണ്. ശാസ്ത്രവിധി പ്രകാരം ഭക്തിയുണ്ടെങ്കിലും മറ്റുള്ളവരെ, ഭഗവാന്മാരെ ഇഷ്ടരൂപത്തിൽ പൂജിക്കുന്നത് ശാസ്ത്രവിരുദ്ധമാണ്. ഉദാഹരണത്തിന് ഗീത അധ്യായം 16 ശ്ലോകം 23-24 നോക്കുക. ഒരു മാവിൻ തൈ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് അതിനെ നാം മണ്ണിൽ കുഴിച്ചു വെക്കുന്നു. പിന്നീട് വേരിന് വെള്ളം നൽകി പൂജിക്കുന്നു. മാവ് വളർന്ന് പന്തലിച്ച് വലുതാകുന്നു, ശാഖകൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. ഇനി മറ്റൊരു തൈ വേര് മുകളിലാക്കി തറയിൽ കുഴിച്ചു വെച്ച് വെള്ളമൊഴിച്ചാൽ ആ ചെടി പെട്ടെന്ന് വാടിപ്പോകുന്നു. ശ്രദ്ധിക്കുക, നേരായ രീതി മുകളിലേക്ക് വളരുന്നതും വിപരീത ദിശയിൽ വളരുന്നതുമായ ഭക്തിരൂപിയായ ചെടിയുടെ ചിത്രം ഈ പുസ്തകത്തിൽ പേജ് 211-212 കൊടുത്തിട്ടുണ്ട്. ഭക്തൻ പൂർണ്ണ പരമാത്മാവിനെ അതായത് വേരിനെ പൂജിക്കണം. ഇഷ്ടരൂപത്തിൽ ചെയ്യുന്നത് കൊണ്ട് 3 പേരും അതിന്റെ ഫലം ബ്രഹ്മാവ്, വിഷ്ണു, ശിവ നൽകും. എന്തെന്നാൽ ഭഗവാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ഏതാണോ അത് തരുന്നു. അഥവാ ഒരു കമ്പനിയിൽ ജോലി കിട്ടണമെങ്കിൽ ആ കമ്പനി അതായത് ആ ഫാക്ടറി യജമാനനെ പൂജിക്കണം, തൃപ്തിപ്പെടുത്തണം. അപേക്ഷയോടൊപ്പം യാചനയും ആവശ്യമാണ്. ജോലി അതായത് പൂജ യജമാനന് വേണ്ടി ചെയ്യുന്നു. ആ പ്രവൃത്തി ജോലിക്കാരൻ തന്റെ സേവനകാലം വരെ ചെയ്യുന്നു. ജോലി അതായത് പൂജ ചെയ്യുന്നതിന്റെ പ്രതിഫലം യജമാനന്റെ മറ്റു ജോലിക്കാർ, ഉദ്യോഗസ്ഥർ നൽകുന്നു. ഷിഫ്റ്റ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ ചെയ്ത ജോലിയുടെ പ്രതിഫലം നിശ്ചയിച്ച് ഖജാൻജിയുടെ അതായത് കാഷ്യറുടെ അടുക്കിലേക്ക് വിടുന്നു. അവിടെ നിന്ന് അയാൾക്ക് പ്രതിഫലം കിട്ടുന്നു. അത് ചെയ്ത ജോലിയുടെ പ്രതിഫലം മാത്രം നൽകുന്നു. അതിൽ ഒരു തരത്തിലും മാറ്റം വരുത്താൻ സാധിക്കില്ല. 1 രൂപ പോലും കൂടുതലായോ കുറവായോ മാറ്റം വരുത്താൻ സാധിക്കില്ല. ആ കമ്പനിയിലെ ജോലിക്കാരൻ സത്യസന്ധതയോടെ ജോലി ചെയ്യുകയാണെങ്കിൽ യജമാനന് അതായത് മാനേജർക്ക് ജോലിക്കാരന്റെ ശമ്പള വിഹിതം വർദ്ധിപ്പിക്കുന്നു. അതല്ല, അയാൾ തന്റെ സേവനം അതായത് ജോലി ഉപേക്ഷിച്ച് മറ്റൊരു കമ്പനിയിൽ അധികം കിട്ടുമെന്ന മോഹത്താൽ പോയാൽ ആ ധനലാഭം ഇല്ലാതായി തീരുന്നു. പേജ് നമ്പർ 211 ഗീത അധ്യായം 15 ശ്ലോകം 1-2 കൂടാതെ 16-17 എന്നതിലെ ആശയം നൽകിയിരിക്കുന്നു. അതായത് ശാസ്ത്ര അനുകൂല സാധന അതായത് തലനേരെ വളർന്ന ഭക്തിരൂപവൃക്ഷം. പേജ് നമ്പർ 212 ഗീത അധ്യായം 15 ശ്ലോകം 1-2 കൂടാതെ 16-17 എന്നതിലെ ആശയം നൽകിയിരിക്കുന്നു. ശാസ്ത്രവിരുദ്ധ തലകീഴായി വളർന്ന ഭക്തിരൂപവൃക്ഷം. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 213. അപ്പോൾ അയാളെ നിർബന്ധമായി മാറ്റും. അതുകൊണ്ട് തത്വദർശിയായ ഗീതാജ്ഞാനം ഭഗവത്ഗീതയിൽ നിന്ന് മനസ്സിലാക്കണം. പൂർണ്ണ ബ്രഹ്മിന്റെ മൊത്തത്തിലുള്ള യജമാന പൂജ വിടിഞ്ഞ് മറ്റ് ദേവീദേവന്മാരെ പൂജ ചെയ്യുന്നത് കൊണ്ട് പ്രയോജനമില്ല. ഭക്തൻ അതായത് സാധക് പൂജ ചെയ്ത് അതായത് സാധന ചെയ്ത് അവസാനം ദുഃഖിതരാകുന്നു. സാധ്യം അതായത് മോക്ഷം കിട്ടില്ല. അതുകൊണ്ട് ഗീത അധ്യായം 7 ശ്ലോകം 12 മുതൽ 15 വരെയും 20 മുതൽ 23 വരെയുമുള്ള ഭാഗങ്ങളിൽ 3 ഗുണങ്ങളെയും കുറിച്ച് 3 ദേവതമാരെയും കുറിച്ച് രജോ ഗുണം ബ്രഹ്മാവ്, സദ്ഗുണം വിഷ്ണു, തമോ ഗുണം ശിവ ഇവരെ കുറിച്ച് പൂജ ചെയ്യുന്നവൻ രാക്ഷസീയ സ്വഭാവമുള്ളവരായി തീരുകയും മനുഷ്യരിൽ നീചരും ദുഷ്കർമ്മം ചെയ്യുന്നവരും ബുദ്ധിഹീനരുമാണെന്ന് പറയുന്നു. എന്നാൽ എന്നെ പോലെ അതായത് ക്ഷരപുരുഷൻ അതായത് ഫാക്ടറി ഓഫീസറെ പോലെ ജോലി ചെയ്യുന്നില്ല. അർത്ഥം 3 ദേവതമാരെയും മറ്റു ദേവതമാരെയും പൂജ ചെയ്യുന്നു. അവരെ മൂഢരെന്നും രാക്ഷസ സ്വഭാവമുള്ള രാക്ഷസരെന്നും പറയുന്നു. ഏതൊരു വ്യക്തിയുടെ വരുമാനം കുറയുന്നുവോ അയാൾ തീർച്ചയായും വേവലാതിക്കൊള്ളുന്നു. ചിലപ്പോൾ മോഷണം, കൈക്കൂലി മുതലായവ, കള്ളവും കപടവുമായ മാർഗം സ്വീകരിക്കുന്നു. അതുകൊണ്ട് സമൂഹം കളങ്കപ്പെടുന്നു, ദാരിദ്ര്യം ഉണ്ടാകുന്നു. അതിനാൽ 3 ദേവതമാരിൽ നിന്നും ബ്രഹ്മാവ്, വിഷ്ണു, ശിവ ഈ 3 ദേവതമാരിൽ നിന്നും മറ്റു ദേവതകളിൽ നിന്നും ഒരുവിധ ലാഭവും ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഭക്തർ കള്ളവും കപടവും ചെയ്യുന്നത് പിന്നീട് പാപം ചെയ്തതിന്റെ പാപഫലവും അനുഭവിക്കണം. അതുകൊണ്ട് അക്ഷരപുരുഷൻ ശിഷ്ട ഓഫീസർ പറയുന്നു,
ഈ വിഡ്ഢികളായ ഭക്തർ എന്നെ പൂജിക്കുന്നില്ല. ഞാൻ ഈ ബ്രഹ്മാവ്, വിഷ്ണു, ശിവ 3 പേരിൽ നിന്നും കാലപുരുഷൻ അധികം ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് എന്നെ പൂജിച്ചാലും പൂർണ്ണ പ്രതിഫലം കിട്ടില്ല. സ്വയം അവനവനെയും കൂടി ഗീതോപദേഷ്ടാവ്, അതായത് കാലപുരുഷൻ ഭഗവാൻ വളരെ നീചമായി പറയുന്നു. ഗീത അധ്യായം 15 ശ്ലോകം 4-ലും അധ്യായം 18 ശ്ലോകം 62-ലും പറയുന്നു, ആ പരമേശ്വരനെ അഭയം പ്രാപിച്ചാൽ നിനക്ക് പരമമായ ശാന്തി, അതായത് സത്ലോകം, ശാശ്വതമായ സ്ഥാനം ലഭിക്കും. അവിടെ എത്തിച്ചേർന്നാൽ പിന്നെ പുനർജന്മം ഉണ്ടാകില്ല, പൂർണമായ മോക്ഷം ലഭിക്കുന്നു. ഗീതോപദേഷ്ടാവ് പറയുന്നു, അതായത് ക്ഷരപുരുഷൻ പറയുന്നു, ഞാനും ആ ആദ്യ പുരുഷനായ പരമേശ്വരന്റെ അഭയത്തിലാണ് ശരണം പ്രാപിച്ചിരിക്കുന്നത്. ഗീത അധ്യായം 7 ശ്ലോകം 12, 15, 18-ലും 20 മുതൽ 23 വരെയുള്ളത് ദയവായി മനസ്സിരുത്തി വായിച്ച് മനസ്സിലാക്കുക. എന്താണ് ഈ 3 ഗുണങ്ങൾ? അതിന്റെ തെളിവ്. 3 ഗുണങ്ങൾ രജോ ഗുണ ബ്രഹ്മാവ്, സദ്ഗുണ വിഷ്ണു, തമോ ഗുണ ശിവനുമാകുന്നു. ഇവർ പ്രകൃതി സംയോഗത്താൽ ദുർഗയിൽ നിന്നും ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ 3ഉം നശിക്കുന്നതാണ്, നാശമുള്ളതാണ്. ഉദാഹരണം, ഗീതാ പ്രസ് ഗോരഖ്പൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ശ്രീ ശിവമഹാപുരാണം, അതിന്റെ സംപാദക് ശ്രീ ഹനുമാൻ പ്രസാദ് പോദാർ, പേജ് സംഖ്യ 110, അധ്യായം 9, രുദ്രസംഹിത. ഇപ്രകാരം ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ 3 ദേവതമാരിലും ഗുണങ്ങളുണ്ട്. എന്നാൽ സദാശിവ്, കാലൻ ഗുണാതീതനാണ് എന്ന് പറയപ്പെടുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 214. രണ്ടാമത്തെ ഉദാഹരണം, ഗീതാ പ്രസ് ഗോരഖ്പൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ശ്രീമദ് ദേവി ഭാഗവത പുരാണം, സംപാദക് ശ്രീ ഹനുമാൻ പ്രസാദ് പോദാർ, ചിമൽലാൽ ഗോസ്വാമി. 3-ാമത്തെ സ്കന്ധം അധ്യായം 5, പേജ് 123. ഭഗവാൻ വിഷ്ണു ദുർഗയെ സ്തുതിച്ചു പറയുന്നു, ഞാനും, അതായത് വിഷ്ണുവും ബ്രഹ്മാവും ശിവനും നിങ്ങളുടെ കൃപയാൽ അനുഗ്രഹീതരാണ്. ഞങ്ങളുടെ ആവിർഭാവം, അതായത് ജനനവും തിരോഭാവവും മരണവും ഉണ്ട്. ഞങ്ങൾ നിത്യരല്ല, അവിനാശികളല്ല. നീയാണ് നിത്യലോകത്തിന്റെ ജനനി, പ്രകൃതിയും സനാതനിയുമായ ദേവി. ഭഗവാൻ ശിവൻ പറഞ്ഞു, ബ്രഹ്മാവും വിഷ്ണുവും നിന്നിൽ നിന്നാണ് ജന്മം കൊണ്ടതെങ്കിൽ അതിനുശേഷം ജനിച്ച തമോ ഗുണിയായ ശങ്കർ, അതായത് ശിവന് എന്തുകൊണ്ട് നിന്റെ സന്താനമല്ലാതായി? അതായത് എന്നെയും ജനിപ്പിച്ചത് നീയാണ്. ഈ ലോകത്തിന്റെ സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഈ 3 ഗുണങ്ങളും നിന്നിൽ നിന്നുമുണ്ടായ ഞങ്ങൾ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ നിയമാനുസൃതമായി അവരവരുടെ പ്രവൃത്തിയിൽ മുഴുകിയിരിക്കുന്നു. മുകളിൽ പറഞ്ഞ വിവരണം ഹിന്ദിയിൽ വിവർത്തനം ചെയ്ത ദേവി മഹാപുരാണത്തിൽ നിന്നുള്ളതാണ്. അതിൽ ചില സത്യങ്ങൾ മറച്ചുവെച്ചിരിക്കുന്നു. അതുകൊണ്ട് ശ്രീമദ് ദേവി ഭാഗവത് മഹാപുരാണ സഭാഷാട്ടികം, ഖേമരാജ് ശ്രീകൃഷ്ണദാസ്, പ്രകാശനം, മുംബൈ, ഇതിൽ സംസ്കൃതത്തിനോടൊപ്പം ഹിന്ദി വിവർത്തനവും കൊടുത്തിട്ടുണ്ട്. 3-ാമത്തെ സ്കന്ധം അധ്യായം 4, പേജ് 10, ശ്ലോകം 42. ബ്രഹ്മ അയം മഹേശ്വര ഫിൽ തേ പ്രഭാവാത് സർവേ വയൻ ജനി യുതാ ന യദാതു നിത്യാ के अन्ये सुराः शतमक प्रमुखाः च नित्या नित्या त्वमेव जन्നി പ്രക്തിഹ പുരാണ. 42. ഹിന്ദി വിവർത്തനം. വിഷ്ണു പറഞ്ഞു, അല്ലയോ മാതാവേ, ബ്രഹ്മാവ്, ഞാൻ, ശിവൻ നിങ്ങളുടെ ശക്തിയാൽ ജനിച്ചവരാണ്, നിത്യരല്ല, അവിനാശികളാണ്, അതായത് നാശം സംഭവിക്കാവുന്നവർ. പിന്നെ ഇന്ദ്രൻ മുതലായ മറ്റ് ദേവതമാർ എന്തുകൊണ്ട് അവിനാശികളല്ലാതായി? നിങ്ങൾ മാത്രമാണ് അവിനാശി, നമ്മുടെ എല്ലാവരുടെയും ജനനി, മാതാവ്, പ്രകൃതി, അതായത് സനാതന ദേവി. പേജ് 11-12, അധ്യായം 5, ശ്ലോകം 8. യദി ദയാർദ്രംന ന സദാ ബികെ കഥ്മേ വിഹിത ച തമോഗുണ കമൽജഷ് രജോഗുൺ സംഭവ സുവിഹിത കിമു സത്വഗുണോ ഹരിയ. 8. വിവർത്തനം. ഭഗവാൻ ശങ്കർ, ശിവൻ പറഞ്ഞു, അല്ലയോ മാതാവേ, ഞങ്ങളോട് ദയയുണ്ടെങ്കിൽ എനിക്ക് എന്തിന് തമോ ഗുണം തന്നു? താമരയിൽ നിന്നുമുണ്ടായ ബ്രഹ്മാവിന് രജോ ഗുണവും വിഷ്ണുവിന് സദ്ഗുണവും എന്തിനു നൽകി? അതായത് ജീവികളുടെ ജന്മമൃത്യു രൂപങ്ങളായ ദുഷിച്ച കർമ്മത്തിൽ എന്തിനു മുഴുകിപ്പിച്ചു? ശ്ലോകം 12. രമയസേ സ്വപതി പുരുഷം സദാ തവ ഗതി നെഹിവിഹ വിധം ശിവേ. വിവർത്തനം. തന്റെ പതിപുരുഷനായ കാലഭഗവാനോട് കൂടെ എപ്പോഴും ഭോഗവിലാസങ്ങളിൽ മുഴുകിയിരിക്കുന്നു. താങ്കളുടെ അവസ്ഥ ആരും അറിയുന്നില്ല. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 215. 3-ാമത്തെ സ്കന്ധം, പേജ് 14, അധ്യായം 5, ശ്ലോകം 43. ഏകമേവ ദ്വിതീയം യത് ബ്രഹ്മ വേദാ വദന്തി വേ സാഖ്യ ത്വം വാപ്യസോ വാക്യൻ സന്ദേഹം വിനിവർത്തേ. വിവർത്തനം.
വേദങ്ങളിൽ അദ്വിതീയമായ ഒരു പൂർണ്ണ ബ്രഹ്മാവിനെ കുറിച്ച് പറയുന്നു. അത് താങ്കളാണോ അതോ വേറെ ആരെങ്കിലുമാണോ? എന്റെ ഈ സംശയ നിവാരണം നടത്തിയാലും. ബ്രഹ്മാവിന്റെ ചോദ്യത്തിന് ദേവി മറുപടി പറഞ്ഞു. ദേവ്യുവാത് സദേകത്വം ന ഭേദോസ്തി സർവദേവ് മമാസ്യ ച. യോ സോ സ ഹമഃ യോ സോ ഭേദോസ്തി മതി വിഭ്രമാത്. ആവ്യോരന്തരം സൂക്ഷ്മ യോ വേദ് മതിമാൻ ഹി സ. വിമുക്തഃ സതു സംസാരാൻ മുച്യത്തെ നാത്ര സംശയ. വിവർത്തനം. ദേവി പറഞ്ഞു, ഇതാണ് ഞാൻ, ഏതാണോ ഞാൻ അത് ഇതാണ്. ബുദ്ധി വിഭ്രമമുണ്ടാകുന്നതിനാൽ വ്യത്യാസം തോന്നും. 2, നമ്മൾ 2 പേർക്കും സൂക്ഷ്മമായ വ്യത്യാസമുണ്ട്. അത് ആരറിയുന്നുവോ അയാൾ ബുദ്ധിമാൻ, അതായത് തത്വദർശിയാകുന്നു. അത് ലോകവുമായുള്ള ബന്ധം വിട്ട് മോക്ഷം പ്രാപിക്കുന്നു. ഇതിൽ സംശയത്തിന് വകയില്ല. 3, സുമരണ ദർശനം തുഭ്യാൻ ദാസ്യേഹ വിസ്മയ സ്ഥിതി. സ്വർത്തവ്യഃ സദാ ദേവാഃ പരമാത്മാ സനാതന. ഉഭയോഃ സുമരണാദേവ കാര്യസിദ്ധിർ സംശയം. ബ്രഹ്മോവാച. ഇത്യുക്ത്വാ വിസർജാസ്മാൻ ത്വാ ശക്തിഃ സുസംസ്കന്താൻ. വിഷ്ണവേഥ മഹാലക്ഷ്മി മഹാകാളി ശിവായ ച. മഹാസരസ്വതി മഹ്യം സ്ഥാനാത് തസ്മാദ് വിസർജിത. വിവർത്തനം. കഷ്ടകാലം വരുമ്പോൾ സ്മരിക്കുന്നത് കൊണ്ട് ഞാൻ നിനക്ക് ദർശനം തരുന്നു. ദേവതകളെ, പരമാത്മാ സനാതനൻ ദേവന്റെ ശക്തി രൂപത്തോടെ എന്നെ എപ്പോഴും സ്മരിക്കുക. 80. 2 പേരെയും സ്മരിക്കുന്നത് കൊണ്ട് തീർച്ചയായും കാര്യപ്രാപ്തി ഉണ്ടാകും. ബ്രഹ്മാവ് പറഞ്ഞു, ഇങ്ങനെ സംസ്കാരം ചെയ്ത് ശക്തി തന്നിട്ട് ഞങ്ങളെ യാത്രയാക്കി. വിഷ്ണുവിന് മഹാലക്ഷ്മി, ശിവന് മഹാകാളി, എനിക്ക് മഹാസരസ്വതിയെയും നൽകി യാത്രയാക്കി. 82. മം ചൈവ ശരീരം വേ സൂത്രമിത്യാഭിധീയത്തെ. സ്ഥൂലം ശരീരം വക്ഷ്യാമി ബ്രഹ്മണഃ പരമാത്മന. 83. വിവർത്തനം. എന്റെ ശരീരം സുന്ദരവസ്ത്ര രൂപം എന്ന് പറയുന്നു. ഭഗവാൻ ബ്രഹ്മിന്റേത് സ്ഥൂല ശരീരം എന്ന് പറയുന്നു. മുകളിൽ പറഞ്ഞ പുരാണവാക്യങ്ങളുടെ സാരാംശം. ഇതിൽ നിന്നും സ്പഷ്ടമാകുന്നത് ബ്രഹ്മാവ് രജോഗുണം, വിഷ്ണു സൽഗുണം, ശിവ തമോ ഗുണം എന്നതാണ്. 3 ദേവതമാരും നാശമുള്ളതാണ്. അതായത് ഇവർക്ക് ജനനവും മരണവും ഉണ്ടാകുന്നു. ദുർഗയെ പ്രകൃതി എന്നും വിളിക്കുന്നു. ദുർഗയുടെ പതി ബ്രം ക്ഷരപുരുഷകാല ആകുന്നു. ഇവർ പതി പത്നിമാരായി ജീവിക്കുന്നു. ദുർഗയും ബ്രഹ്മും സ്ഥൂല ശരീരരൂപികളാണ്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 216. ഇതിന് ഉദാഹരണം ഗീത അധ്യായം 14 ശ്ലോകം 3 മുതൽ 5 വരെ ഉണ്ട്. ഗീതോപദേഷ്ടാവ് ബ്രഹ്മാക്ഷര പുരുഷകാല പറയുന്നു, പ്രകൃതി ദുർഗ എന്റെ പത്നിയാണ്. ഞാൻ ഇതിന്റെ ഗർഭത്തിൽ ബീജം നിക്ഷേപിക്കുന്നു. അതുകൊണ്ട് എല്ലാവിധ പ്രാണികളും ജനിക്കുന്നു. ഞാൻ സർവപ്രാണികളുടെയും 21 ബ്രഹ്മാണ്ടങ്ങളിലെയും സർവപ്രാണികളുടെയും പിതാവാണ്. പ്രകൃതി, അതായത് ദുർഗ അഷ്ടാംഗി, എല്ലാ പ്രാണികളുടെയും മാതാവാണ്. ഈ ദുർഗയിൽ നിന്ന് ജന്മം കൊണ്ട 3 ഗുണങ്ങൾ, രജോ ഗുണ ബ്രഹ്മാവ്, സൽഗുണ വിഷ്ണു, തമോ ഗുണ ശിവ, മറ്റു പ്രാണികളെയും ഈ 3 ഗുണങ്ങളായ കർമ്മബന്ധങ്ങളിൽ ബന്ധിപ്പിക്കുന്നു.